70ാമത് നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ ജലമേളയിൽ മാറ്റുരയ്ക്കും. ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുന്നമടയിൽ അവസാന ഘട്ടത്തിലാണെന്ന് NDBR സൊസൈറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. പ്രചാരണ രംഗത്ത് നമ്മൾ കാതലായ മാറ്റങ്ങൾ ഇപ്രാവശ്യം വരുത്തിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ കേരളത്തിന് പുറത്തേക്കും സിയാൽ ഉൾപ്പെടെയുള്ള മേഖലകൾ ഉൾപ്പെടെ നമ്മുടെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലും പ്രചാരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് കമ്പനിയാണ്. നമുക്ക് അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ സ്പോൺസേഴ്സ് നമുക്കോടൊപ്പം ഉണ്ട്. നമ്മൾ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്രാവശ്യം നമ്മൾ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മളെ ടിക്കറ്റിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് 5 ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ബാങ്കുകളുടെ ഓൺലൈൻ ടിക്കറ്റും വിൽപ്പന പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നിരവധി സ്പോൺസർമാരുടെ സപ്പോർട്ടും വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്രാവശ്യം ഏകദേശം 74 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. 9 വിഭാഗങ്ങളിലായിട്ട് 74 വള്ളങ്ങളാണ് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ 19 വള്ളങ്ങളുണ്ട്. ചുരുളന് 3 എണ്ണം, ഇരുട്ടുകുത്തി A ഗ്രേഡിൽ 4 എണ്ണം, ഇരുട്ടുകുത്തി B ഗ്രേഡിൽ 16 വള്ളങ്ങൾ, ഇരുട്ടുകുത്തി C ഗ്രേഡിൽ 14 വള്ളങ്ങൾ, വെപ്പ് A ഗ്രേഡ് 7 വള്ളങ്ങൾ, വെപ്പ് B ഗ്രേഡ് 4, തെക്കനോടി തറ 3, തെക്കനോടി കെട്ട് 4 എന്നിങ്ങനെയാണ് ഈ 74 വള്ളങ്ങൾ മത്സരിക്കുന്നത്. നമ്മൾ രാവിലെ കൃത്യം 11 മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഫൈനൽ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ നടത്തും. നമ്മൾ 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ 5 ഹീറ്റ്സുകളായിട്ടാണ് നടത്തുന്നത്. ആദ്യ 4 ഹീറ്റ്സുകളിലും 4 വീതം വള്ളങ്ങളും, 5ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തം 19 വള്ളങ്ങളിനകത്ത് 4 ഹീറ്റ്സും അവസാനത്തിനകത്ത് 3 വള്ളങ്ങളുള്ള ഹീറ്റ്സ് ആയിരിക്കും. അതിനകത്ത് മികച്ച സമയം കുറിക്കുന്ന ആദ്യത്തെ 4 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയുടെ ഫൈനലിലേക്ക് വരുന്നത്. അപ്പം മികച്ച സമയക്രമീകരണമുള്ള സമയത്തിൽ വരുന്ന 28-ാം തീയതി രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് ഉദ്ഘാടന ചടങ്ങ് നടക്കും. തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. 5 ഹീറ്റ്സുകളിലായി 19 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിൽ യോഗ്യത നേടും. ചെറുവള്ളങ്ങളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ വൈകിട്ട് 4 മണിയോടെ നടക്കും. ജലമേളയ്ക്കായി പുന്നമടയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. താൽക്കാലിക നെഹ്റു പവലിയൻ്റെ ഒരുക്കങ്ങൾ വെള്ളിയാഴ്ചയോടെ പൂർത്തിയാകും. യന്ത്രവൽകൃത സ്റ്റാർട്ടിംഗ് ഫോട്ടോ ഫിനിഷിങ്ങും സംവിധാനവും ഉണ്ട്. CD തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായി എത്തുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലും 1800 പോലീസുകാരെ വിന്യസിക്കും. നിലവിൽ 50 ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത്. വള്ളംകളിക്കായി KSRTCയും ജലഗതാഗത വകുപ്പും പ്രത്യേക സർവീസ് നടത്തും. സബ് കളക്ടർ സമീർ കൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 9 ന്യൂസ് മലയാളം, ആലപ്പുഴ.